ഇവനെ അങ്ങ് പൊള്ളിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ നമ്മൾ മസാല ഒക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിക്കാം. ഓക്കെ, മസാല തേച്ച മീൻ നമുക്ക് പൊരിച്ചെടുക്കാം. ചെറിയ ചട്ടിയായിട്ടുള്ളത്, അതിലാണ് ഈ പൊരിച്ചെടുക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ കിട്ടിയിരുന്നു കേട്ടോ പൊരിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ കാണുന്നില്ലേ, ചട്ടി ചെറിയ ചട്ടിയാണ്. അപ്പോൾ അത് കൊള്ളുന്ന ചട്ടിയില്ല. ഇങ്ങനെ നമുക്ക് മറിച്ചിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇതെൻ്റെ സ്പെഷ്യൽ മസാലയാണ്. നമുക്ക് നോക്കാം. ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് പൊളിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ആയിട്ടില്ല, എന്നാലും കുറച്ച് റെഡിയായി വന്നിട്ടുണ്ട്. മൊത്തം പൊരിച്ചിട്ട് ഇനി നമുക്ക് മസാല തേച്ചിട്ട് വാഴയിലയിൽ പൊതിഞ്ഞിട്ട് വേണം ഇത് പൊള്ളിച്ചെടുക്കാൻ, ചുട്ടെടുക്കാം. അപ്പോൾ മച്ചന്മാരെ ഫിഷ് ഫ്രൈ സെറ്റായിട്ടുണ്ട്. നമുക്ക് കേട്ടോ. നല്ലപോലെ ഫ്രൈയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഫിഷ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ്റെ ഈ മേല് തേച്ച ഈ മസാല ഉണ്ടല്ലോ, ഇത് നമ്മളൊന്ന് വേവിച്ചെടുത്തതാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മസാല അല്ലേ, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ അത്. ഇത് 2 സൈഡിലും നല്ലപോലെ തേച്ച് പിന്നെ നമുക്ക് ഇതിൽ തേങ്ങാക്കൊത്തില്ലേ ചെറുതായിട്ട് ഇടുന്നുണ്ടല്ലോ, തേങ്ങാക്കൊത്തിട്ട് അതേപോലെ ചെറുള്ളി, ജീരകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ തേങ്ങാപ്പീര് ഇടുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പീര് ഇടുന്നത് ഇങ്ങനെ മിക്സി ഇല്ല, അടിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ മസാല തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പീരല്ലേ നമുക്ക് കുറച്ച് ഇട്ടു. അപ്പോൾ നമുക്കിനി ഇത് ക്ലോസ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ മടക്കി വയ്ക്കാം. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ വേറെ പ്ലേസിലേക്ക് കേട്ടോ പോകുന്നു പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ തീയൊക്കെ കത്തിച്ചെന്ന് കേട്ടോ. അപ്പോൾ സാധനം വെക്കാം കേട്ടോ. അപ്പോൾ ഫൈനലി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല കുക്കാണ്, ജ്യൂസി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇനി എടുത്തോക്കടാ, കഴിച്ചോക്കി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എടാ എങ്ങനെ ഉണ്ടോ? പേരെന്തെങ്കിലൊക്കെ പറയുക. വീഡിയോ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.